Start. Phrasal verb. You know what is called a phrasal verb? Adding one or two preposition, sometimes three, മൂന്ന് prepositions main verb-നോട് കലർന്ന് വരുന്ന വെർബുകളെയാണ് ക്രിയ ആണ് പറയുന്നത് phrasal verb എന്ന് പറയും. Adding one or two, ചിലപ്പോൾ മൂന്ന് ആവും. Preposition കലർന്ന് വരുന്ന ക്രിയകളെ phrasal verb എന്ന് പറയുന്നത്. കേൾക്കാമോ? ജാനിയേ കേൾക്കാം? What is called verb? NB നോട്ട് പ്രധാന ക്രിയയുടെ കൂടെ ഒന്നോ രണ്ടോ പ്രിപ്പോസിഷൻ കലർന്ന് വരുന്ന വെബ്സിനെയാണ് ഫ്രേസൽ വെബ്സ് എന്ന് പറയുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ ആഡിങ് വൺ ഓർ ടു പ്രിപ്പോസിഷൻ ടു ദി മെയിൻ വെബ്, പ്രധാന ക്രിയയുടെ കൂടെയാണ് ഒന്നോ രണ്ടോ ചിലപ്പോൾ മൂന്നോ ആകാം പ്രിപ്പോസിഷൻ ഉണ്ടാകും. അങ്ങനെയുള്ള വെബ്സിനെയാണ് ഫ്രേസൽ വെബ്സ് എന്ന് പറയുന്നത്. ഞാൻ ഇതിന്റെ ചാർട്ട് ആ ജോയി അങ്കിളിന്റെ കടയിൽ കൊടുക്കാം. നിങ്ങൾ ഇത് വന്ന് എടുത്തോളണം, പഠിച്ചോളണം. ആദ്യം പുട്ടാണ്. വൺ ഓഫ് ദി വെബ്സ് ഈസ് പുട്ട്, മെയിൻ വെർബാണ്. അത് ബോക്സ് ഒക്കെ വരച്ചാണ് അതിന്റെ മീനിങ് കൊടുത്തിട്ടുള്ളത്. പുട്ടക്രോ അല്ല, പുട്ട് അബൌട്ട്. അബൌട്ട്, ആ എബൌട്ട് എന്ന് പറയുന്ന പ്രിപ്പോസിഷനാണ്. പുട്ട് പ്രധാന ക്രിയയാണ്. അതിന്റെ കൂടെ ചിലപ്പോൾ ഒരു പ്രിപ്പോസിഷൻ, ചിലപ്പോൾ രണ്ടായി, ചിലപ്പോൾ മൂന്നും വരും. ഇങ്ങനെയുള്ള വെബ്സുകളെയാണ് ഫ്രേസൽ വെബ്സ് എന്ന് പറയുന്നത്. ഹാവ് യു അണ്ടർസ്റ്റുഡ്? മനസ്സിലായോ? അപ്പൊ പുട്ട് അബൌട്ട്, സേ, പറയുക. അപ്പൊ മലയാളം ആൻഡ് ഇംഗ്ലീഷ് മീനിങ് ബോത്ത് ആർ ഗിവൺ, രണ്ടും ആ ബോക്സിൽ ഉണ്ടാകും. പുട്ട് അബൌട്ട് വേണമെങ്കിൽ എഴുതിയെടുക്കാം. പുട്ട് അബൌട്ട്, സേ, സേ, പറയുക. അടുത്ത് പുട്ട് അക്രോസ്, വെരി ഇമ്പോർട്ടന്റ് ആണ്. കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്തുക. ഇടയിൽ പുട്ട് അക്രോസ്, കമ്മ്യൂണിക്കേറ്റ്, ഇംഗ്ലീഷ് മീനിങ്, മലയാളം ആശയവിനിമയം നടത്തുക. പുട്ട് സൈഡ്, പുട്ട് എ സൈഡ്, SID, സേവ്, സംരക്ഷിക്കുക, സേവ് ചെയ്യുക. ഇങ്ങനെ രണ്ടർത്ഥമുണ്ട്. ഈ ഫ്രേസൽ വെർബിന് ഒരു മീനിങ് അല്ല, ചിലപ്പോൾ മൂന്നുണ്ടാകും, ചിലപ്പോൾ നാലുണ്ടാകും, ചിലപ്പോൾ രണ്ട്. അപ്പൊ ഇവിടുത്തെ ഫ്രേസൽ വെർബ് വി ടേക്ക് മീനിങ് അക്കോർഡിംഗ് ടു സിറ്റുവേഷൻ ആണ്. ടെസ്റ്റില് അല്ലെ പാരഗ്രാഫിലൊക്കെ വരുമ്പോ മീനിങ് എടുക്കുന്ന അവിടുത്തെ ആ കോണ്ടാക്ട് അനുസരിച്ചായിരിക്കും. ഇപ്പൊ സേവ് പറഞ്ഞു, ഇനി വേറൊരു സെൻസിൽ വരുമ്പോ പ്രൊട്ടക്ട് എന്നുള്ള അർത്ഥം കൂടി വരും. അത് അക്കോർഡിംഗ് ടു ദി സെൻസ് കോണ്ടാക്ട് ഓഫ് ദി വേർഡ്, ആ സെന്റൻസിന്റെ അനുസരിച്ച് അതിന്റെ മീനിങ് ഉണ്ട്. അപ്പൊ ഫ്രേസൽ വെർബിന് നോട്ട് ഹാവിങ് ഓൺലി വൺ മീനിങ്, ഹാവിങ് 3 or 4 മീനിങ്. പുട്ട് ഡൗൺ, സേ, നമ്മൾ വിചാരിക്കും താഴെ ഇടുക, എന്നാൽ അതിന്റെ സെൻസ് ഹാവിങ് അതർ സെൻസ്. കൺട്രോൾ, പുട്ട് ഡൗണിന്റെ മീനിങ് ഒന്ന് കൺട്രോൾ, നിയന്ത്രിക്കുക. സംതിങ് ഈസ് ദ ആക്ട് ഹാവിങ് അനദർ മീനിങ്, എഴുതിയെടുക്കുക, ടേക്ക് ഡൗൺ. അപ്പൊ പുട്ട് ഡൗണിന് 2 മീനിങ്, ഒന്ന് കൺട്രോൾ, നിയന്ത്രിക്കുക. രണ്ടാമത്തത് ടേക്ക് ഡൗൺ, എഴുതിയെടുക്കുക. കൂടി എന്തെങ്കിലും എഴുതിയെടുക്കുന്നതിന് പറയും പുട്ട് ഡൗൺ. But we should understand, we should consider the meaning according to the context of the sentence, situation. In a put forward, most important ആണ്. Put forward, forward എന്നാണ്.
പുട്ട് ഫോർവേഡ് ഇതിന്റെ അർത്ഥം സജസ്റ്റ്, നിർദ്ദേശിക്കുക. പുട്ട് ഫോർവേഡിന്റെ മീനിങ് സജസ്റ്റ്, നിർദ്ദേശിക്കുക, മുന്നോട്ട് വയ്ക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഇനി പുട്ട് ഓഫ്, ഓ ഡബിൾ ഓഫ് ആണ്. പുട്ട് ഓഫ്, ഞാനിപ്പോ പുട്ടിന് വരുന്നതാണ് സെലക്ട് ചെയ്യുന്നത്. പുട്ട് ഓഫ്, പോസ്റ്റ്പോൺ, മാറ്റിവെക്കുക. പോസ്റ്റ്പോൺ, മാറ്റിവെക്കുക. പുട്ട് ഔട്ട്, തീ അണയ്ക്കുന്നതിനാണ് പുട്ട് ഔട്ട്. എക്സ്റ്റിംഗ്വിഷ്, എക്സ്റ്റിംഗ്വിഷ്, തീ അണയ്ക്കുക. പുട്ടപ്പ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. പുട്ട് അപ്പ്, അതിന്റെ മീനിങ് ബിൽഡ് ഓർ കൺസ്ട്രക്ട്, നിർമ്മിക്കുക. ബിൽഡ് ഓർ കൺസ്ട്രക്ട്, പുട്ടപ്പ്. എന്നാൽ സംടൈംസ് ഇറ്റ് സ്റ്റാൻഡ്സ് പ്ലേസിംഗ്. ചില സമയത്ത് പുട്ടപ്പിന് നിക്ഷേപിക്കുക, വെക്കുക. ടു പ്ലേസ് സംതിങ്. Put a notice in the notice board. Put up a notice in the notice board. അപ്പൊ നോട്ടീസ് ബോർഡില് നോട്ടീസ് ഇടുക. അപ്പൊ പുട്ടപ്പ് എ നോട്ടീസ്, അത് മനസ്സിലാക്കണം. അപ്പൊ we consider the meaning according to the situation of the nature of the sentence, അല്ലെ conduct. പുട്ടപ്പിന്റെ അർത്ഥം ബിൽഡ് ഓർ കൺസ്ട്രക്ട്. ഇനി പുട്ടപ്പ് വിത്ത്, ഇവിടെ രണ്ട് പ്രിപ്പോസിഷൻ ഉണ്ട്. അപ്പം വരുന്ന വിത്തും വരുന്നു. പുട്ടപ്പ് വിത്ത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും ഇറ്റ് ഈസ് ആസ്ക്ഡ് സെവറൽ ടൈം ഫോർ പബ്ലിക് എക്സാം, സോ ദാറ്റ് യു ഷുഡ് കൺസിഡർ ഇറ്റ് വെരി ഇമ്പോർട്ടന്റ്. പുട്ടപ്പ് വിത്ത്, അതിന്റെ അർത്ഥം ടോളറേറ്റ്, ടോളറേറ്റ്, സഹിക്കുക. വേറൊരു ഇംഗ്ലീഷ് മീനിങ് ബിയർ അപ്പ്, ബിയർ, BEAR, ബിയർ അപ്പ്. പുട്ടപ്പ് വിത്ത് ടോളറേറ്റ്, സഹിക്കുക, ബിയർ അപ്പ്. പുട്ട് ഓൺ, ധരിക്കുക. ബിയർ, WEAR, വേർ, ധരിക്കുക. WEAR, വേർ, ധരിക്കുക, ശ്വസിക്കുക. പുട്ട് ബൈ, സേവ്, സംരക്ഷിക്കുക, കീപ്പ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. ഞാൻ ഒന്നും കൂടെ വായിക്കാം. ഐ ഷാൽ റീഡ് ഇറ്റ് അഗൈൻ. പുട്ട് എന്ന് പറയുന്ന വെബിന്റെ കൂടെ വരുന്ന പോർഷൻസ് വരുന്ന ഫ്രേസൽ വെർബ് ഐ മെൻഷൻ ഹിയർ. പുട്ട് അബൌട്ട്, സേ, പറയുക. പുട്ട് അക്രോസ്, കമ്മ്യൂണിക്കേറ്റ്, ആശയവിനിമയം നടത്തുക. പുട്ട് എ സൈഡ്, സേവ്, കീപ്പ് സംതിങ്, സംരക്ഷിക്കുക. പുട്ട് ഡൗൺ, കൺട്രോൾ, നിയന്ത്രിക്കുക, എഴുതിയെടുക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. പുട്ട് ഫോർവേഡ്, മുന്നോട്ട് വയ്ക്കുക എന്നാണ്. സജസ്റ്റ്, നിർദ്ദേശിക്കുക, മുന്നോട്ട് വയ്ക്കുക എന്നൊക്കെ അർത്ഥമുണ്ട്. പുട്ട് ഓഫ്, ഓ ഡബിൾ ഓഫ് ആണ്. പോസ്റ്റ്പോൺ, മാറ്റിവെക്കുക. പുട്ട് ഔട്ട്, എക്സ്റ്റിംഗ്വിഷ്, തീ അണയ്ക്കുന്നതിന്. പുട്ട് ഔട്ട് ദി ഫയർ എന്നൊക്കെ പറയും. പുട്ടപ്പ്, ബിൽഡ് ഓർ കൺസ്ട്രക്ട്, നിർമ്മിക്കുക, പ്ലേസ് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. പുട്ടപ്പ് വിത്ത് ടോളറേറ്റ്, സഹിക്കുക, ബിയർ അപ്പ്. പുട്ട് ഓൺ, ധരിക്കുക, ബിയർ, വേർ, ധരിക്കുക. പുട്ട് ബൈ, സേവ്, സംരക്ഷിക്കുക, പ്രൊട്ടക്ട്. ഇനി പുട്ടിന്റെ അടുത്തത് സി. പുട്ടാൻ എൻഡ്, അവസാനിക്കുക, ഫിനിഷ്. പുട്ടാൻ എൻഡ്, ഫിനിഷ്, അവസാനിക്കും. ഇനി ഒന്നോ രണ്ടോ സ്പേസ് വിട്ടിരിക്കണം. ഇനി ചില പാഠങ്ങൾ എടുക്കുമ്പോൾ പുട്ട് മറന്നുപോയത് ഇനിയും വരും. അപ്പൊ പുട്ടിൻ്റെത് മേക്ക് ഇൻ ടു ബൈ ഹാർട്ട് നൗ. I have already explained it. Have you noted down? നിങ്ങൾ എഴുതിയെടുത്തോ?
എങ്കിൽ ഒന്ന് ഒബ്സർവ് ചെയ്യും. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ആസ്ക് മീ. അതൊന്ന് ചോദിക്കുക. ഒന്ന് ജസ്റ്റ് ഗോ ത്രൂ. Go through is one of the phrasal verbs. Examine, study, follow up എന്നൊക്കെ അർത്ഥമുണ്ട്. Go through. കടന്നു പോവുക എന്ന് അർത്ഥം. Just go through the sentence you have written, അല്ലെങ്കിൽ the words you have written. If you do not understand, ask me. പുട്ടിന്റെ കാര്യത്തിൽ ഇനിയും പുട്ടിലെ ചില ബക്സുകൾ വരും. അത് while I take the lessons, I would mention it. Next is a get. One of the main verbs. Get here, get get. Get on. Get on. Improve or progress. പുരോഗമിക്കുക. ഡെവലപ്പ് പ്രോഗ്രസ് എന്നുള്ള സെൻസിൽ ഇറ്റ് ക്യാൻ ബി യൂസ്ഡ്. ഗെറ്റ് ഓൺ, ഇംപ്രൂവ് ഓർ പ്രോഗ്രസ്. മലയാളം പറഞ്ഞിട്ടുണ്ട് പുരോഗമിക്കുക, പുരോഗതി ഉണ്ടാകുക എന്നൊക്കെയാണ്. ഗെറ്റ് ഓവർ, ഫിനിഷ്, കംപ്ലീറ്റ് എന്നുള്ള അർത്ഥം, പൂർത്തിയാക്കുക. ഗെറ്റ് ത്രൂ, ത്രൂ. പാസ്, വിജയിക്കുക, പഠിക്കുക, കടന്നു പോവുക. ഒബ്സർവ് ചെയ്യുക, എക്സാമിൻ ചെയ്യുക. ഇതിനെയൊക്കെ അർത്ഥമുണ്ട്. ഏതിനെ? ഗെറ്റ് ത്രൂ. യു ഗെറ്റ് ത്രൂ ദി പാസേജ്. ഈ പാരഗ്രാഫിൽ കൂടി കടന്നു പോകുന്ന ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്, സ്റ്റഡി അപ്പ്, ഫോളോ അപ്പ് എന്നൊക്കെ അർത്ഥം വരും. ഗെറ്റ് അപ്പ്, ദാറ്റ് എവരിബഡി നോസ്, എല്ലാവർക്കും അറിയാം. എഴുന്നേൽക്കുക. ഗെറ്റ് അപ്പ്, സ്റ്റാൻഡ് അപ്പ്. ഗെറ്റ് അബൌട്ട്, സ്പ്രെഡ്, വ്യാപിക്കുക. ഗെറ്റ് അറ്റ്, റീച്ച്, എത്തിച്ചേരുക. ഗെറ്റ് ഓഫ്, ഓടബിളം, ലിവിങ്, ഉപേക്ഷിക്കുക. ഓർ ആരംഭിക്കുക എന്ന് ചില സെൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. ഗെറ്റ് ഓഫ്. ഇത്രയും ഗെറ്റിലുള്ളതാണ്. ഗെറ്റിന്റെ ഇനിയുമുണ്ട്. അതിനു വേണ്ടി 1, 2, 3 വേർഡ്സ് എഴുതാനുള്ള സ്ഥലം വിട്ടിരിക്കണം. While conducting the class, it may come, വരും. That time I will mention you to take down. ശരി, next verb is come, C-O-M-E, come. Come about, happen, സംഭവിക്കുക. Come about, happen, സംഭവിക്കുക. Come across, most important ആണ്. It may be asked several times. പലപ്പോഴും ഇത് ചോദിക്കാറുണ്ട്. Come across, meet by chance, യാദൃശ്യമായി കണ്ടുമുട്ടുന്നതിന്. Meet by chance, MWT ആണ്. Meet by chance, യാദൃശ്യമായി കണ്ടുമുട്ടുന്നു. Come by, obtain, ലഭ്യമാകുക, ലഭിക്കുക. Come by, come out, be published, പുറത്തു വരിക, റിസൾട്ട് പുറത്തു വരുന്നു. Come up to, reach, എത്തിച്ചേരുക. Come up to, reach, എത്തിച്ചേരുക. Both English and Malayalam meaning I am giving you. തരികയാണ്. But you have no problem to follow up, study.
ഇത് മനസ്സിലാക്കാൻ യു ഹാവ് നോ പ്രോബ്ലം, നോ ഡിഫിക്കൽറ്റി ടു ഫീൽ. ഒരു പ്രയാസവും നേരിടില്ല. ബോത്ത് മലയാളം മീനിങ് ആൻഡ് ഇംഗ്ലീഷ് മീനിങ് ഇത് രണ്ടും തരികയാണ്. There is no need of explaining it. Explain ചെയ്യേണ്ട ആവശ്യമില്ല. Because everything is mentioned in the chart. ആ ചാർട്ടിലുണ്ട് ഇതുപോലെ. Come forward. അത് മുന്നോട്ട് വരിക. മുന്നോട്ട് വരിക എന്ന് പറഞ്ഞാൽ come forward to speak. നമ്മളെ ക്ലാസ്സിൽ come forward, ഉന്നയിക്കുക എന്നർത്ഥം. മുന്നോട്ട് വരിക. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള അർത്ഥങ്ങൾ വരും. അടുത്ത carry on. എന്താണ് carry on? കണ്ടിന്യൂ എഴുതിക്കോ. carry on, കണ്ടിന്യൂ. carry out സീലുള്ളതിന്, അതുകൊണ്ടാണ് carry out. അതൊക്കെ മനസ്സിൽപ്പെട്ടു. put into practice, പ്രാബല്യത്തിലാക്കുക, നടപ്പിലാക്കുക, carry out. അപ്പൊ ഇത്രയും ഒന്ന് ലേൺ ചെയ്യുക, ഇത്രയും ഒന്ന് ലേൺ ചെയ്യുക. ഏതാണ്ട് ഹാവിങ് 72 phrasal verb in the chart. ആ ചാർട്ടിൽ ഏതാണ്ട് ഒരു 70-75 എണ്ണം വരും. അത് ഫോർ ദി പബ്ലിക് എക്സാം, ടേം എക്സാം. ഇറ്റ് വിൽ ഹെൽപ്പ് യു. യു വിൽ ഗെറ്റ് 4 marks. 4 മാർക്ക് കിട്ടും. ക്വസ്റ്റ്യനിൽ 4 മാർക്കാണ് മെച്ചപ്പെടുത്തിയിരിക്കുന്നത്. ഫ്രേസൽ വെർബിന്റെ പാരഗ്രാഫിൽ 4 എണ്ണം, 5 എണ്ണം തരും, 4 എണ്ണം ഇടും. 4 മാർക്ക് യു വിൽ ഗെറ്റ് 4 മാർക്ക് ഈസിലി, പെട്ടെന്ന് എളുപ്പത്തിൽ. ഇഫ് യു നോ ഇറ്റ് വെൽ, ഇതറിയാമെങ്കിൽ വളരെ എളുപ്പത്തിൽ ആ 4 മാർക്ക്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ മാർക്ക് സ്കോർ ചെയ്യുന്ന ആ ടെക്നിക്ക്, ആ സ്റ്റെപ്പാണ് ഇങ്ങനെ പറഞ്ഞു പോകും. അങ്ങനെയൊക്കെ ചെയ്താലേ യു വിൽ ഗെറ്റ് എ പ്ലസ്. പിന്നെ ഫെയർ റൈറ്റിംഗ് ആയിരിക്കണം, എസ്ഐയും പഠിക്കണം, എല്ലാവർക്കും പഠിക്കണം. അല്ല ലോക്ക്ഡൗൺ ആണ്, ഇനി അവര് സ്കൂൾ തുറക്കുമ്പോൾ അവരെല്ലാം നോ, ദേ വിൽ ഗോ വെരി ഫാസ്റ്റ്. അവര് വളരെ വേഗത്തിൽ പോകും. കാരണം ഓൺലൈനിൽ ക്ലാസ് കണക്കാണ്. അതുകൊണ്ട് അവർക്ക് സ്പീഡ് ചെയ്ത് പോകാൻ കഴിയും. ഡോണ്ട് വെയിറ്റ് ഫോർ ദം. യു ഡു യുവർ വർക്ക് പ്രോപ്പർലി. ചെയ്താൽ ദർ ഈസ് നോ പ്രോബ്ലം. നോക്കിയ അപ്പൊ കം സിയിലുള്ള കുറെ വേർഡുകൾ തന്നിട്ടുണ്ട്, അതൊക്കെ പഠിക്കുക. ഇനി അടുത്ത ഗോ. ഗോ GO ഗോ. ഗോയിലുണ്ട് ഗോ അബൌട്ട്, അറേഞ്ച് ഫോർ, ക്രമീകരിക്കുക. ഗോ അബൌട്ട്. ഗോ ഇൻ ഫോർ, എൻറ്ററിങ്, പ്രവേശനം. ഗോ ഇൻ ടു, എക്സാമിൻ, പരിശോധിക്കുക, പ്രവേശിക്കുക എന്നൊക്കെ അർത്ഥം. ഗോ ഇൻ ടു ദി പാരഗ്രാഫ്, ഗോ ഇൻ ടു ദി പാസേജ്, ഗോ ഇൻ ടു ദി ലെറ്റർ എന്ന് പറഞ്ഞാൽ എക്സാമിൻ, പരിശോധിക്കുക. ഗോ ഓൺ, കണ്ടിന്യൂ. ഗോ ഓൺ, അതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വെന്റ് ഓൺ. പാഠത്തിലൊക്കെ വെന്റ് ഓൺ ആണ് വരുന്നത്. അതിന്റെ പ്രസന്റ് ഫോം ഗോ ഓൺ. ഗോ ഔട്ട്, പുറത്തു പോവുക. ഗോ ഓവർ, സ്റ്റഡി, പരിശോധിക്കുക. ഗോ വിത്ത് മാച്ചിങ് കളർ. ഗോ ത്രൂ, സ്റ്റഡി, പഠിക്കുക. ഗോ ത്രൂ, നേരത്തെ ഗെറ്റ് ത്രൂ ഒന്ന്, ഗോ ത്രൂ ഒന്ന്. അപ്പൊ ഇത്രയും ഭംഗിയായി പഠിക്കുക. അപ്പൊ യു ക്യാൻ ഗെറ്റ് ദി ചാർട്ട് ഓഫ് ഫ്രേസൽ വെർബ്. ഇറ്റ് ഈസ് ഗിവൺ ടു ജോയി അങ്കിൾ ഷോപ്പ്. കൊടുക്കും, ഇന്നല്ലെങ്കിൽ നാളെ കൊടുക്കും. നെക്സ്റ്റ് ക്ലാസ് യു നോട്ട് ഡൗട്ട് എഴുതിയെടുക്കുക, അല്ലെങ്കിൽ അത് കൊണ്ടുവരിക. ഫ്രേസൽ വെർബ് കഴിഞ്ഞിട്ട് മറ്റ് ഗ്രാമർ എടുക്കുകയുള്ളൂ. മനസ്സിലാക്കണം.